സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും ഉദ്വേഗഭരിതമായ ദിവസങ്ങൾ. സസ്പെൻസും ട്വിസ്റ്റുകളും നാടകീയതയും നിറഞ്ഞ പൊളിറ്റിക്കൽ ത്രില്ലർ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വരെ നെഞ്ചെടുപ്പേറ്റി ആകാംക്ഷ നീണ്ടു. ആ ദിവസങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന പോലെ 11 നാൾ. എന്താണ് ക്ലൈമാക്സിലെ സസ്പെൻസ് എന്ന് കണ്ണു ചിമ്മാതെ കേരളം കാത്തിരുന്ന ദിവസങ്ങൾ. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് AICC നേതൃത്വം അറിയിച്ചതോടെ മൂന്നിലാര് എന്ന കാത്തിരിപ്പ്. ആലുവയിലെ വസതിയിൽ നിന്ന് VD സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചതോടെ അഭ്യൂഹങ്ങൾ. തിരുവനന്തപുരത്തെ വീട്ടിൽ രമേശ് ചെന്നിത്തലയും സന്തോഷവാൻ. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയതോടെ അതിനിടെ കണ്ണുകളെല്ലാം ഡൽഹിയിലേക്ക്. KC വേണുഗോപാലുമായി നീണ്ട ചർച്ചകൾ. സ്ഥാനാരോഹണമോ അനുനയമോ? കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിമിഷങ്ങൾ എണ്ണി കാത്തിരിപ്പ്. നിരീക്ഷകർക്കൊപ്പം KC ചാർട്ടേഡ് വിമാനത്തിൽ എത്തിയേക്കുമെന്നും ഇല്ല എന്നും വാർത്തകൾ. മുതിർന്ന നേതാക്കളായ ജയറാം രമേശ്, ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് തുടങ്ങിയവർ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക്. എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപനം പ്രതീക്ഷിച്ച് പ്രവർത്തകർ. രാഹുൽ KC വേണുഗോപാൽ ചർച്ച നീണ്ടതോടെ അത് അനുനയ നീക്കമെന്നായി വിലയിരുത്തലുകൾ. VD സതീശൻ തന്നെ നയിക്കുമെന്ന് അപ്പോഴേക്കും ഏറെക്കുറെ ഉറപ്പിച്ചു. AICC ആസ്ഥാനത്ത് വാർത്താസമ്മേളനമെന്ന് അറിയിപ്പ്. ഖർഗെയുടെ വീട്ടിൽ നിന്ന് നേതാക്കൾ പുറത്തേക്ക്. രാഹുലിന്റെ വസതിയിൽ നിന്ന് KC വേണുഗോപാലും. 24 അക്ബർ റോഡിൽ കൃത്യം 12 മണിക്ക് വാർത്താസമ്മേളനം. 2 മിനിറ്റ് 35 സെക്കൻഡ് മാത്രം നീണ്ട വാർത്താസമ്മേളനത്തിൽ വലിയ ഉത്തരമായി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.